റൺ ഓഫ് കച്ച് എന്ന പേര് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഈ അതുല്യമായ ഭൂപ്രദേശത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ ചുരുക്കമായിരിക്കും. വൈവിധ്യങ്ങളുടെ നാടായ ഇന്ത്യയിലെ തികച്ചും വേറിട്ട ഒരു പ്രകൃതി പ്രതിഭാസമാണ് പടിഞ്ഞാറൻ ഗുജറാത്തിലെ റൺ ഓഫ് കച്ച്. ലോക പ്രശസ്തമായ ഗ്രേറ്റ് റൺ ഓഫ് കച്ച് ഉൾപ്പെടുന്ന വിശാലമായ കച്ച് മേഖല വ്യത്യസ്തമായ സംസ്കാരവും പ്രകൃതി ഭംഗിയും കൊണ്ട് ശ്രദ്ധേയമാണ്. കനത്ത ചൂടും കഠിനമായ തണുപ്പും വരണ്ട കാലാവസ്ഥയും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയെ സ്വാധീനിക്കുന്നു. ഈ മേഖലയെ അടുത്തറിയാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഭുജ് നഗരം. റൺ ഓഫ് കച്ചിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായ ഭുജ് ചരിത്ര പ്രസിദ്ധമായ കൊട്ടാരങ്ങൾ, മ്യൂസിയങ്ങൾ, പ്രാദേശിക വിപണികൾ, സമ്പന്നമായ കലാപാരമ്പര്യം എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. പോകാം ഭുജിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ഭുജ് നഗരത്തിലെ പ്രധാനപ്പെട്ട 9 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ഐന മഹൽ ആൻഡ് പ്രാഗ് മഹൽ, തുടർന്ന് ശ്രീ സ്വാമിനാരായൺ ടെമ്പിൾ, അടുത്തതായി ചത്താർഡി ഭുജ്, പിന്നെ സ്മൃതിവൻ എർത്തുകേക്ക് മെമ്മോറിയൽ ആൻഡ് മ്യൂസിയം, തുടർന്ന് ഭുജോധി വില്ലേജ്, അടുത്തതായി നിരോണ വില്ലേജ്, പിന്നെ ദി ടെന്റ് സിറ്റി ആൻഡ് തോരൻ റൺ റിസോർട്ട്, തുടർന്ന് കാലാദുങ്കാർ, അവസാനമായി റൺ ഓഫ് കച്ച്. ഐന മഹലിൽ നിന്ന് നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. 18-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലം മുതൽ കച്ച് രാജകുടുംബം താമസിച്ചിരുന്നത് ഐന മഹലിലാണ്. അതുകൊണ്ട് തന്നെ ഭുജിന്റെ ചരിത്രത്തിൽ ഈ കൊട്ടാരത്തിന് പ്രമുഖ സ്ഥാനമുണ്ട്. എന്നാൽ ഒരു കാലത്ത് പ്രൗഢിയോടെ നിലനിന്നിരുന്ന കൊട്ടാരം ഇന്ന് തകർച്ചയെ നേരിടുകയാണ്. പരിപാലനക്കുറവ് മൂലം പ്ലാസ്റ്ററിങ് പൊളിഞ്ഞും നിറം മങ്ങിയും കെട്ടിടം നിലകൊള്ളുന്നു. ഒരു സ്മാരകത്തിന് വേണ്ട യാതൊരു പരിഗണനയും ഈ നിർമ്മിതിക്ക് ലഭിക്കുന്നില്ല എന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്ക് ബോധ്യമാകും. മുകൾ നിലകളിലെ ജാലകങ്ങളിലും മട്ടുപ്പാവുകളിലുമെല്ലാം കൊത്തുപണികളും ഭംഗിയുള്ള ക്രാസികളും കാണാം. എന്നാൽ ഇവയും നിരാശപ്പെടുത്തും വിധം തകർന്ന നിലയിൽ തുടരുന്നു. ഐന മഹലിനോട് ചേർന്ന് തന്നെയാണ് പ്രാഗ് മഹലിന്റെയും സ്ഥാനം. പ്രാഗ് മഹൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു ആർമി ഓഫീസറാണ് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ എവിടെയും യൂറോപ്യൻ സ്വാധീനം പ്രകടമായി കാണാം. ക്ലോക്ക് ടവറാണ് കൊട്ടാരത്തിലെ ശ്രദ്ധേയമായ മറ്റൊരു ഭാഗം. മന്ദിരത്തിന്റെ ഉള്ളിലും യൂറോപ്യൻ ശൈലി തുടരുന്നുണ്ട്. ശില്പങ്ങളും അലങ്കാരങ്ങളും നിറഞ്ഞ ഹാളും വരാന്തകളുമെല്ലാം യൂറോപ്പിലെ കൊട്ടാരങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ജാലകങ്ങളിലെ നിറപ്പകിട്ടാർന്ന സ്റ്റെയിൻ ഗ്ലാസുകൾ, കൊറിന്ത്യൻ ശൈലിയിലുള്ള ശില്പങ്ങൾ, ഷാൻഡിലിയർ വിളക്കുകൾ എന്നിവയൊക്കെ ഇവിടെ ആകർഷകമായ കാഴ്ചയാണ്. രാജഭരണകാലത്തെ പലതരം വസ്തുക്കൾ, ആയുധങ്ങൾ എന്നിവയൊക്കെ കൊട്ടാരത്തിലെ മ്യൂസിയത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സ്വാമിനാരായൺ ടെമ്പിളാണ് അടുത്ത ഡെസ്റ്റിനേഷൻ.
ഹിന്ദുമത വിഭാഗമായ സ്വാമി നാരായൺ സാമ്പ്രദായി ഭുജിൽ പണികഴിപ്പിച്ച ഗംഭീരമായ ക്ഷേത്രം. പൂർണ്ണമായും മാർബിളിൽ നിർമ്മിച്ച മന്ദിരം ആധുനിക കാലത്തെ തികവാർന്നൊരു ആർക്കിടെക്ചറൽ മാസ്റ്റർ പീസാണെന്ന് പറയാം. ഹിന്ദുമതത്തെ കാലത്തിനനുസരിച്ച് നവീകരിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള വിഭാഗമാണ് സ്വാമി നാരായൺ സാമ്പ്രദായി. 5 ഏക്കറിൽ ചുറ്റും കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്ന കോമ്പൗണ്ടിലാണ് ക്ഷേത്രത്തിന്റെ സ്ഥാനം. മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട് പൂച്ചെടികൾ നട്ടും നടപ്പാതകൾ നിർമ്മിച്ചും ഇരിപ്പിടങ്ങൾ ഒരുക്കിയും ആകർഷകമാക്കിയിട്ടുണ്ട്. മധ്യത്തിലായി ഉയർന്ന പ്ലാറ്റ്ഫോമിൽ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. മാർബിളിന്റെ തൂവള്ള നിറത്തിൽ തിളങ്ങുന്ന ക്ഷേത്ര മന്ദിരം എത്ര കണ്ടാലും മതിവരാത്ത ഒരു കാഴ്ചയാണ്. ഹൈന്ദവ ശൈലിയിലുള്ള ഗോപുരങ്ങളും മകുടങ്ങളും മേൽക്കൂരയിൽ ഉയർന്നു നിൽക്കുന്നു. പടിക്കെട്ടുകൾ കയറി മന്ദിരത്തിനടുത്തേക്ക് ചെല്ലുമ്പോൾ നിർമ്മാണത്തിലെ സൂക്ഷ്മത കൂടുതൽ പ്രകടമാകും. അലങ്കാരങ്ങളില്ലാത്ത 1 ഇഞ്ച് സ്ഥലം പോലും മന്ദിരത്തിലില്ല. തൂണുകളും മേൽക്കൂരയും ഭിത്തിയുമെല്ലാം ശില്പങ്ങളാലും കൊത്തുപണികളാലും നിറച്ചിരിക്കുന്നു. നിരനിരയായി നൽകിയിട്ടുള്ള കമാനങ്ങളും അതിലെ അലങ്കാരങ്ങളുമെല്ലാം ഉൾഭാഗത്തിന് സവിശേഷ ഭംഗി പകരുന്നുണ്ട്. ഇത് കാണുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് രാജഭരണകാലത്ത് പണികഴിപ്പിച്ച ഗംഭീര ക്ഷേത്രങ്ങളെയാണ് ഓർമ്മ വരിക. ഇന്നത്തെ കാലത്തും ഇത്തരം നിർമ്മിതികൾ സാധ്യമാണെന്ന് സ്വാമിനാരായൺ ടെമ്പിൾ തെളിയിക്കുന്നുണ്ട്. ഇനിയൊരു ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് പോകാം. ഛത്താർഡി ഭുജ് 18ഉം 19ഉം നൂറ്റാണ്ടുകളിലായി പണികഴിപ്പിച്ച ഒരു കൂട്ട സ്മാരകങ്ങളുടെ കോംപ്ലക്സ്. ജഡേജ രാജാക്കന്മാരുടെ സ്മരണാർത്ഥമായിരുന്നു കുടീരങ്ങളുടെ നിർമ്മാണം. 2001 ഭൂകമ്പത്തിൽ വലിയ തകർച്ചയാണ് ഈ നിർമ്മിതികൾക്കുണ്ടായത്. പിന്നീട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നെങ്കിലും ഭൂരിഭാഗവും കൽക്കൂമ്പാരം മാത്രമായി തുടരുകയാണ്. മകുടത്തോടു കൂടിയ പവലിയനുകളാണ് ഇവിടെ സ്മാരകമായി സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ ചില നിർമ്മിതികൾ വലിപ്പം കൊണ്ടും അലങ്കാര പണികളാലും ആകർഷകമാണ്. രജപുത്ര, മുഗൾ ആർക്കിടെക്ചറുകൾ സംയോജിപ്പിച്ചാണ് രൂപകൽപ്പന. നിർമ്മാണത്തിനായി പ്രാദേശികമായി ലഭിക്കുന്ന സാൻഡ്സ്റ്റോണും ഉപയോഗിച്ചിരിക്കുന്നു. പ്രഭാതത്തിലും സായാഹ്നത്തിലും സൂര്യൻ ചുവക്കുമ്പോൾ ഈ നിർമ്മിതികൾ ഗംഭീര കാഴ്ചയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഛത്താർഡി ഭുജിൽ വൈകുന്നേരം സന്ദർശനം നടത്തുന്നതാണ് നല്ലത്. അടുത്തതായി സന്ദർശിക്കുന്നത് വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ ഒരു പ്രദർശനമാണ്. സ്മൃതിവൻ എർത്ത്ക്വേക്ക് മ്യൂസിയം. 2001 കച്ച് മേഖലയിലുണ്ടായ കനത്ത ഭൂകമ്പം വിഷയമാക്കിയിട്ടുള്ള പ്രദർശന കേന്ദ്രം. ലളിതമായും വ്യക്തമായും കച്ച് ഭൂകമ്പം വിശദീകരിച്ചിരിക്കുന്നുവെന്നതാണ് മ്യൂസിയത്തിന്റെ സവിശേഷത. മോഡേൺ ശൈലിയിലുള്ള മന്ദിരത്തിന്റെ രൂപം തന്നെ ആരെയും ആകർഷിക്കും. അതോടൊപ്പം വളരെ വൃത്തിയോടെയും ഭംഗിയോടെയും അത്യാധുനികമായ സൗകര്യങ്ങളോടെയും ഇവിടം സംരക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു അന്താരാഷ്ട്ര നിലവാരം എവിടെയും അനുഭവവേദ്യമാകും. ഉൾഭാഗത്ത് 7 വിഭാഗങ്ങളായി പ്രദർശനം സജ്ജീകരിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഉദ്ഭവം, ഘടന, ഭൂകമ്പത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. 2001 ഭൂകമ്പത്തിന്റെ കരളലിയിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഇവിടെ കാണാം.
അന്നത്തെ ഭൂകമ്പത്തിന്റെ യഥാർത്ഥ അനുഭവം പകർന്നു നൽകുന്ന സിമുലേറ്ററാണ് ഒരു മുഖ്യ ആകർഷണം. അതോടൊപ്പം വശങ്ങളിലെ സ്ക്രീനിൽ ഭുജ് നഗരത്തിലുണ്ടായ തകർച്ചകൾ കൺമുന്നിൽ നടക്കും വിധം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഒരു കരകൗശല ഗ്രാമത്തിലേക്ക് പോകാം. ഭുജോദി. ഭുജിൽ നിന്നും ഇവിടേക്ക് 7 കിലോമീറ്റർ ദൂരമുണ്ട്. ഏതാണ്ട് 500 വർഷത്തെ ചരിത്രമുള്ള ഗ്രാമമാണിത്. ഒരു കാലത്ത് കുശവന്മാരും ഇരുമ്പ് പണിക്കാരുമാണ് ഇവിടെ താമസിച്ചിരുന്നത്. പിന്നീട് നെയ്ത്തുകാരും വസ്ത്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റു തൊഴിലുകൾ ചെയ്യുന്നവരും ഇവിടേക്ക് വന്നു ചേർന്നു. ഇന്ന് ഭുജോദിയിലെ മിക്ക വീടുകളിലും കരകൗശല നിർമ്മാണ യൂണിറ്റുകളുണ്ട്. ഗുജറാത്തി സംസ്കാരത്തിന്റെ ഭാഗമായ വിവിധ തരം ഉൽപ്പന്നങ്ങൾ ഗ്രാമത്തിൽ നിർമ്മിക്കുന്നു. ഹീരാലക്ഷ്മി മെമ്മോറിയൽ ക്രാഫ്റ്റ് പാർക്കാണ് ഭുജോദിയിലെ ഒരു പ്രധാന ഡെസ്റ്റിനേഷൻ. കരകൗശല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്റ്റാളുകളും കൾച്ചറൽ എക്സിബിഷനും അടങ്ങുന്ന പ്രദർശനം. ഓരോ തരം ഉൽപ്പന്നത്തിനും പ്രത്യേകം കെട്ടിടം നൽകിയിട്ടുണ്ട്. നെയ്ത്തും എംബ്രോയിഡറി വർക്കും പോലെയുള്ള ജോലികൾ നേരിട്ട് കാണാനും കഴിയും. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇനി നമുക്ക് കച്ച് മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് വില്ലേജുകളിൽ ഒന്നായ നിരോണയിലേക്ക് പോകാം. ഒരു കാലത്ത് നിരോണ കാർഷിക ഗ്രാമമായിരുന്നു. പിന്നീട് കരകൗശല വിദ്യ വലിയ പ്രചാരം നേടിയപ്പോൾ നിരോണയിലെ ആളുകൾ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന തൊഴിൽ ഉപജീവനമാക്കി. ഇന്ന് ഏതാണ്ട് 20ഓളം വ്യത്യസ്ത തരം കരകൗശല തൊഴിലുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ജനങ്ങളിൽ ഭൂരിഭാഗവും ഈ മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നയിക്കുകയും ചെയ്യുന്നു. ഗുജറാത്തിലെ നഗരങ്ങളെ അപേക്ഷിച്ച് കച്ച് ഗ്രാമങ്ങൾ വികസനത്തിൽ വളരെയേറെ പിന്നിലാണെന്ന് പറയാം. മണൽ നിറഞ്ഞ വഴികളും ചന്തമില്ലാത്ത കെട്ടിടങ്ങളുമെല്ലാം ചേരുന്ന ദാരിദ്ര്യത്തിന്റെ മുഖമാണ് ഇവിടെ കാണാനാവുക. റോഗൻ ഡിസൈനിംഗ് നിരോണ ഗ്രാമത്തിലെ ഒരു പ്രധാന ആകർഷണമാണ്. പേർഷ്യയിൽ നിന്നും ഇന്ത്യയിൽ പ്രചരിച്ച വസ്ത്രാലങ്കാര രീതിയാണിത്. പശ പോലുള്ള വസ്തുവിൽ നിറങ്ങൾ ചാലിച്ച് ഇവിടെ മനോഹരമായ അലങ്കാരങ്ങൾ സൃഷ്ടിക്കുന്നു. റോഗൻ ആർട്ട് ഇന്ന് നിരോണ ഗ്രാമത്തിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നതും വസ്തുതയാണ്. തുണിയിൽ ഡിസൈൻ നൽകുന്നത് നമുക്കിവിടെ നേരിട്ട് കാണാനാകും. ചെമ്പ് മണികളാണ് നിരോണയിലെ മറ്റൊരു സവിശേഷ ഉൽപ്പന്നം. മാടുകളുടെ കഴുത്തിൽ കെട്ടാൻ ഉപയോഗിക്കുന്ന മണികൾ പ്രത്യേക നാദം നൽകി നിർമ്മിക്കുകയാണ്. തകിടിന്റെ കനത്തിലും രൂപത്തിലുമൊക്കെ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളിലൂടെയാണ് ഇത് സാധിക്കുന്നത്. മണികളുടെ നിർമ്മാണവും നമുക്കിവിടെ കാണാനാകും. ഇനി നമുക്ക് ടെന്റ് സിറ്റി എന്ന ഫെസ്റ്റിവൽ സെന്റർ കാണാൻ പോകാം. റൺ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ആരംഭിക്കുന്ന എക്സിബിഷൻ സെന്ററാണിത്. സന്ദർശകർക്ക് താമസിക്കാനായി ആയിരക്കണക്കിന് ടെന്റുകൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. പാരമ്പര്യ ശൈലിയിൽ നിർമ്മിക്കുന്ന ടെന്റുകൾ മരുഭൂമിയുടെ പ്രകൃതിയെ അറിഞ്ഞ് സ്റ്റേ ചെയ്യാൻ അനുയോജ്യമാണ്. റൺ ഉത്സവ് ആരംഭിച്ച ശേഷം വിശേഷ ദിവസങ്ങളിൽ ഇവിടെ വലിയ തിരക്കുണ്ടാകും. ഒരു ദിവസം
റൺ ഓഫ് കച്ചിൽ സമയം ചിലവിടാൻ എത്തുന്നവരാണ് അതിൽ കൂടുതലും. ഉത്സവവേദിയുടെ മധ്യത്തിലൂടെ കടന്നുപോകുന്ന പാതയുടെ ഇരുവശത്തുമായി ധാരാളം സ്റ്റാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ട്രഡീഷണൽ ആംബിയൻസ് നിലനിർത്തിക്കൊണ്ടാണ് വേദിയുടെ രൂപീകരണം. പ്രത്യേകിച്ച് രാത്രിയിൽ ഇതിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കുന്നത് വളരെ ഹൃദ്യമായ അനുഭവമായിരിക്കും. ഗുജറാത്തി സംസ്കാരത്തിന്റെ ഭാഗമായ കരകൗശല ഉൽപ്പന്നങ്ങൾ, പലതരം സുവനീറുകൾ എന്നിവ കടകളിൽ ലഭിക്കും. ഫുഡ് കോർട്ടുകളാണ് മറ്റൊരാകർഷണം. തനത് ഗുജറാത്തി വിഭവങ്ങൾക്ക് പുറമെ മറ്റ് ഇന്ത്യൻ രുചികളും ഇവിടെ നിന്നും ആസ്വദിക്കാനാകും. റൺ ഓഫ് കച്ച് സന്ദർശിക്കുന്നവർക്ക് താമസിക്കാനായി തെരഞ്ഞെടുക്കാനാകുന്ന വ്യത്യസ്തമായ ഒരു റിസോർട്ടാണ് തോരൻ റൺ റിസോർട്ട്. കുറഞ്ഞ ചെലവിൽ മികച്ച താമസ സൗകര്യം ഇവിടെ ലഭ്യമാണ്. കൂടാതെ റൺ ഓഫ് കച്ചിലെ വിവിധ ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യങ്ങളും റിസോർട്ടിലൂടെ ഒരുക്കിയിട്ടുണ്ട്. കാലാദുംഗാർ ആണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. കച്ച് മേഖലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. റൺ ഓഫ് കച്ചിന്റെ വിശാലമായ കാഴ്ച സാധ്യമാകും എന്നതാണ് കാലാദുംഗാറിന്റെ സവിശേഷത. കാലാദുംഗാറിലേക്കുള്ള യാത്രയും വളരെ രസകരമായ അനുഭവം തന്നെയാണ്. കുറ്റിച്ചെടികൾ ഉയർന്നു നിൽക്കുന്ന മരുഭൂമിയിൽ നിർമ്മിച്ചിട്ടുള്ള ഇടുങ്ങിയ വഴിയിലൂടെ വേണം കുന്നിൻ മുകളിൽ എത്താൻ. കൊടുമുടിയുടെ മുകളിൽ ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്, ദത്താത്രേയ ടെമ്പിൾ. 400 വർഷം പഴക്കമുള്ള ആരാധനാലയമാണിത്. മലയുടെ ചരിവിനോട് ചേർന്നാണ് ഇവിടെ ഒബ്സർവേഷൻ പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുള്ളത്. റൺ ഓഫ് കച്ചിന്റെ ഭൂപ്രകൃതിയുടെ ഘടന കൊടുമുടിയിൽ നിൽക്കുമ്പോൾ മനസ്സിലാകും. വരണ്ടുണങ്ങിയ മലനിരകൾ നിറഞ്ഞതാണ് ഒരു ഭാഗം. അതിനപ്പുറം അറബിക്കടൽ ഉള്ളിലേക്ക് കയറി രൂപം കൊണ്ട ജലാശയം. അതിനുമപ്പുറം റൺ ഓഫ് കച്ചിന്റെ വിശാലത. പുറംനാട്ടുകാർക്ക് അത്ഭുതമായിരിക്കും ഈ കാഴ്ച. അവസാനമായി നാം പോകുന്നത് റൺ ഓഫ് കച്ച് എന്ന അത്ഭുത പ്രതിഭാസത്തിലേക്കാണ്. ഏതാണ്ട് 7500 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ഭൂപ്രദേശം. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മരുഭൂമി. ഒരു തിട്ടയിലൂടെ നിർമ്മിച്ചിട്ടുള്ള റോഡിലൂടെ വേണം റൺ ഓഫ് കച്ചിലേക്കെത്താൻ. വരമ്പിലെ പാതയിലൂടെ അല്പദൂരം സഞ്ചരിച്ചാൽ വാഹനം പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തെത്തും. ഇവിടെ നിന്നും പ്ലാറ്റ്ഫോം വരെ ഒരു നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. നടന്നോ ഒട്ടകവണ്ടിയിലോ കുതിരവണ്ടിയിലോ പ്ലാറ്റ്ഫോമിലെത്താം. ഉണങ്ങി വരേണ്ട പ്രതലത്തിൽ നിന്നും നനവുള്ള റൺ ഓഫ് കച്ചിലേക്ക് സാവധാനമുണ്ടാകുന്ന മാറ്റം മുന്നോട്ട് ചെല്ലുമ്പോൾ പ്രകടമായി കാണാനാകും. മഴക്കാലത്ത് കടൽവെള്ളം വന്ന് നിറയുന്ന ഇടമാണിത്. വേനലിൽ വെള്ളം വറ്റിപ്പോവുമ്പോഴാണ് ഈ വിധം വരണ്ട പാടം പോലെ തോന്നിക്കുന്ന ഉപരിതലം രൂപം കൊള്ളുക. ചിലയിടങ്ങളിൽ ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുന്നുമുണ്ട്. വെള്ളം നിറയുന്ന ഘട്ടത്തിൽ റൺ ഓഫ് കച്ച് കണ്ടാൽ കടലാണെന്നേ തോന്നുകയുള്ളൂ. ഒരു വാച്ച് ടവറാണ് പ്ലാറ്റ്ഫോമിലെ മുഖ്യ ആകർഷണം. ടവറിൽ കയറിയാൽ റൺ ഓഫ് കച്ചിന്റെ വിശാലത ആസ്വദിക്കാൻ കഴിയും. ആരും അത്ഭുതപ്പെട്ടു പോകുന്ന ഗംഭീര കാഴ്ചയാണിത്. ടവറിന് അപ്പുറത്തേക്ക് നടന്നാലാണ് റൺ ഓഫ് കച്ചിന്റെ യഥാർത്ഥ രൂപം കാണാനാവുക.
പാറ പോലെ ഉറച്ച ഉപ്പിന്റെ പാളികളാണ് നിലത്ത്. ഇതിലൂടെ വളരെ ദൂരം നടക്കാനാകും. സൂര്യാസ്തമയ സമയമാണ് റൺ ഓഫ് കച്ച് സന്ദർശിക്കാൻ ഉത്തമം. സൂര്യൻ പടിഞ്ഞാറ് ചക്രവാളത്തിൽ സാവധാനം മറയുന്നത് ഇവിടുത്തെ അതിമനോഹരമായ കാഴ്ചാനുഭവമാണ്. സൂര്യൻ മറഞ്ഞ ശേഷവും റൺ ഓഫ് കച്ചിൽ സമയം ചിലവഴിക്കാനാകും. പ്രത്യേകിച്ച് പൗർണമി നാളുകളിൽ ധവളിമയാർന്ന ഉപ്പ് മരുഭൂമിയുടെ കാഴ്ച മനോഹരമാണ്. റൺ ഉത്സവ് എന്ന കൾച്ചറൽ ഫെസ്റ്റാണ് ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ. ശൈത്യകാലത്ത് 4 മാസത്തോളം നീളുന്ന കാലയളവിൽ സംഘടിപ്പിക്കുന്ന ആഘോഷത്തിൽ കച്ച് മേഖലയുടെയും ഗുജറാത്തിന്റെയും പാരമ്പര്യം സന്ദർശകർക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നു. ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ പ്രധാന നഗരമായ ഭുജ് സമ്പന്നമായ ചരിത്രവും വ്യത്യസ്തമായ സംസ്കാരവും കരകൗശല പാരമ്പര്യവും കൊണ്ട് ശ്രദ്ധേയമാണ്. അത്യപൂർവമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന കച്ച് മേഖല ടൂറിസം രംഗത്ത് ഇപ്പോഴും പിന്നിലാണെങ്കിലും റൺ ഉത്സവ് ഇവിടുത്തെ വിനോദസഞ്ചാരത്തിന് കൂടുതൽ പ്രചാരം നൽകുകയാണ്. ലോകപ്രശസ്തമായ ഗ്രേറ്റ് റൺ ഓഫ് കച്ചിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായ ഈ നഗരം ഓരോ സഞ്ചാരിക്കും മറക്കാനാവാത്ത അനുഭവം സമ്മാനിക്കുന്നു.